വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ എമ്പുരാനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോഴും ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇപ്പോഴിതാ ആരാണ് എമ്പുരാൻ എന്നുള്ള ചർച്ചകളും സജീവമാവുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ എമ്പുരാനായി? ആരാണ് ഖുറേഷി അബ്രാം? കെട്ടുകണക്കിന് ചോദ്യങ്ങളാണ് ഓരോ പ്രേക്ഷകന്റെ മനസ്സിൽ എമ്പുരാനിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ച് ഉരുത്തിരിയുന്നതും. ലൂസിഫർ ഇറങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ നടന്നത് എന്താണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാനായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പിശാച് എന്ന് വിളിക്കപ്പെടുന്ന സാത്താന്റെ ഉത്ഭവരൂപമാണ് ലൂസിഫർ എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി. പ്രകാശം കൊണ്ടുവരുന്നവൻ, ശുക്രനക്ഷത്രം, സാത്താൻ എന്നിവ ലൂസിഫർ എന്ന പദത്തിന്റെ നാമങ്ങളാണ്. ഏറെക്കുറെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്നതായിരുന്നു സ്റ്റീഫന്റെ സിനിമയിലെ കഥാപാത്രവും. എന്നാൽ അതിനും മേലെയാണ് ഖുറൈഷിയുടെ ലോകമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവിടെ അവൻ എമ്പുരാനാണ്. ഇന്ന് ആരാധകർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എമ്പുരാൻ എന്ന പേരിന്റെ അർത്ഥം തന്നെയാണ്. ഇപ്പോഴിതാ ഈ ചോദ്യങ്ങൾക്ക് ഒടുവിൽ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. രാജാവിന് മുകളിൽ ദൈവത്തിന് താഴെ എന്നാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിനു വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം എംപയർ അഥവാ ചക്രവർത്തി, തമ്പുരാൻ എന്നീ പദങ്ങളുടെ സംയോജനം കൂടിയാണ് ഈ വാക്കെന്നും ആരാധകർ പറയുന്നു. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്ന് മോഹൻലാൽ ചോദിക്കുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് പിടികിട്ടിയതെന്നും പ്രേക്ഷകർ പറയുന്നു. അതേസമയം എമ്പുരാൻ ടിക്കറ്റ് ബുക്കിംഗിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ്. റിലീസ് ദിവസം ഒരു മലയാളം സിനിമ കേരളത്തിൽ നേടുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ എമ്പുരാൻ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം ഇതിനോടകം 10 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. ഒടിയൻ നേടിയ 7.25 കോടി എന്ന കളക്ഷനെയാണ് എമ്പുരാൻ ഇതോടെ മറികടന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.